എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എടാ നീ UK പോയപ്പോൾ എത്ര രൂപയായെന്ന്. അപ്പം ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരെന്നോട് പറയും, ചുമ്മാ ഇത്രയും കാശൊക്കെ ആവുമോ UK പോകാൻ, എന്നിട്ടാണ് ഈ നാട്ടുകാർ മുഴുവൻ UK പോകണമെന്ന്. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ എനിക്ക് UK വരാൻ എത്ര രൂപ ചിലവായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വരുന്ന നമ്മുടെ ചിലവെന്ന് പറയുന്നത് ഏജൻസി രജിസ്ട്രേഷൻ ആണ്. നമ്മൾ സ്വന്തമായിട്ടൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുകയല്ല, ഒരു ഏജൻസി വഴിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഏജൻസിക്ക് കൺസൾട്ടേഷൻ ഫീസ് ഉണ്ടാവും. ചില ഏജൻസികൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് കൺസൾട്ടേഷൻ. ഞാൻ എടുത്ത ഏജൻസിയിൽ നമുക്ക് ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾക്ക് 5,000 വെച്ചിട്ട്, എനിക്ക് 5,000, ഹസ്ബൻഡിന് 5,000, അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 10,000 റുപ്പീസാണ് UK വരുന്ന സമയത്ത് നമ്മൾ ഏജൻസിക്ക് രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഫീസ്. രണ്ടാമത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഫീസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. UK ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ പഠിച്ചത് ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയാണ്, ലൂട്ടൺ ക്യാമ്പസ്. അവിടെ ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എനിക്ക് 0. മൂന്നാമത് നമുക്ക് വരുന്ന ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചിലവെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, ട്യൂഷൻ ഫീസ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിന് ആ യൂണിവേഴ്സിറ്റി എത്രയാണോ ഫീസ് പറയുന്നത് ആ ഫീസ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കണം, എങ്കിലേ നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റികളിൽ ആദ്യമേ നമുക്ക് 60% അടയ്ക്കാം, ബാക്കി 40% നമുക്ക് പിന്നീട് അടയ്ക്കാം. ചില യൂണിവേഴ്സിറ്റികളിൽ ആദ്യമേ ഇത്ര ശതമാനം അടച്ചിട്ട് ബാക്കിയുള്ള ശതമാനം ഗഡുക്കളായിട്ട് അടയ്ക്കാം. ചില യൂണിവേഴ്സിറ്റികളിൽ വർഷത്തെ കോഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ കയറുന്നതിന് മുമ്പ് 60% ഫീസ് അടയ്ക്കണം, സെക്കൻഡ് ഇയറിലെ രജിസ്ട്രേഷന് മുമ്പ് 40% ഫീസ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ ചെയ്തത്, എൻ്റെ 2 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഇയറിൽ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് 60% ഫീസ് രജിസ്ട്രേഷൻ്റെ ടൈമിൽ അടച്ചു. സെക്കൻഡ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് UK നിന്നുകൊണ്ട് ബാക്കി 40% ഫീസ് അടച്ചു. അപ്പോൾ എനിക്ക് ടോട്ടൽ ആയ ഫീസ് എന്ന് പറയുന്നത് 14,600 പൗണ്ട്സ് ആണ്. അപ്പോൾ ഏകദേശം 14,600 പൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു 15 ലക്ഷം രൂപ കയ്യിൽ നിന്നായിട്ടുണ്ടെന്ന് നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാം. ചില യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഒത്തിരി സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന്. എനിക്ക് ശരിക്കും ഫീസ് വരുന്നത് 15,600 പൗണ്ടാണ്. അതിൽ 1,000 പൗണ്ട്സ് സ്കോളർഷിപ്പ് കഴിഞ്ഞിട്ടാണ് 14,600 പൗണ്ട് നമ്മൾ അടച്ചത്. ചില യൂണിവേഴ്സിറ്റികളിൽ 4,000 പൗണ്ടോ 6,000 പൗണ്ടൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. വരുന്നൊരു ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വിസയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ UK ജീവിക്കുന്ന 2 വർഷം അല്ലെങ്കിൽ 1 വർഷക്കാലം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിൽ പൈസയുണ്ട് എന്ന് നമ്മൾ UK ഗവൺമെൻറ്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നമ്മളുടെ അക്കൗണ്ടിൽ FD ആയിട്ട് എത്രയാണോ ലിവിങ് എക്സ്പെൻസ് നമുക്ക് കാണിക്കേണ്ടിയിരുന്ന എമൗണ്ട് അത്രയും നമ്മൾ കാണിച്ചിട്ടാണ് നമ്മൾ 28 ഡേയ്സ് കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വിസയ്ക്ക് വെച്ച കൂട്ടത്തിൽ ആ ഡോക്യുമെൻറ്റ് കൂടെ അപ്ലോഡ് ചെയ്തു. ഷോമണി കാണിച്ചത് മെയിൻ ആപ്ലിക്കൻറ്റിന് 15 ലക്ഷം രൂപയും ഡിപ്പെൻഡൻറ്റിന് 9 ലക്ഷം രൂപയായിരുന്നു. അടുത്ത ഒരു ചിലവെന്ന് പറയുന്നത് IHS ആണ്. IHS എന്ന് പറഞ്ഞാൽ UK വരുന്നതിന് മുമ്പ് നമ്മൾ അടയ്ക്കുന്ന ഹെൽത്ത് സർചാർജ് എമൗണ്ട് ആണ്. എൻ്റെത് 2 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പം ഞാൻ 2 വർഷത്തേക്കുള്ള ഹെൽത്ത് സർചാർജാണ് അടയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ഹെൽത്ത് സർചാർജ് അടച്ചപ്പോൾ ആയ എമൗണ്ട് എന്ന് പറയുന്നത് 1,21,668 രൂപ 19 പൈസ. പിന്നീട് നമുക്ക് വന്നൊരു ചിലവെന്ന് പറയുന്നത് വിസ ഫീസാണ്. വിസ ഫീസ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അടയ്ക്കുമ്പോൾ എനിക്കായത് 36,500 രൂപയാണ് സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഫീ ആയത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഹസ്ബൻഡിന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്തപ്പോൾ ആയത് 50,000 രൂപയായിരുന്നു വിസ ഫീസ്. അപ്പോൾ കുറേ പേരോടൊക്കെ ഞങ്ങളിങ്ങനെ എന്താ അതപ്പോൾ 2 പേർക്കും 2 ഫീസ് വന്നതെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ആർക്കും എക്സാക്റ്റ് എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല. പിന്നീട് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് VFS അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്യുമെൻറ്റ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഫീസ് അടയ്ക്കണം, VFS സർവീസ് ചാർജ്. അത് ഈ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്നതിൻ്റെ, നമ്മൾ അവിടുന്ന് സിം അവർ തരുമ്പോൾ ആ സിം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ സിമ്മിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയാണ് അവർ ഈ സർവീസ് ചാർജ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൺലൈനായിട്ട് സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ VFS അപ്പോയിൻമെൻറ്റിന് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബയോമെട്രിക്സ് എടുക്കുന്നതല്ലാതെ വേറെ ഡോക്യുമെൻറ്റ് സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബയോമെട്രിക്സ് എടുത്തതിൻ്റെ VFS സർവീസ് ചാർജ് ഇൻക്ലൂഡിങ് സിമ്മ് എനിക്കായത് 1,400 രൂപയാണ്. അതിൽ എക്സ്ട്രാ ഒരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ എമൗണ്ട് കൂട്ടാൻ. എക്സാക്റ്റ് ഈ എമൗണ്ടിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നടത്താമെന്ന് വിചാരിക്കരുത്.
ഞാൻ പറഞ്ഞ കോഴ്സ്, ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ യൂണിവേഴ്സിറ്റികളിൽ വേറെ കോഴ്സുകൾക്ക് ഇതിനെക്കാട്ടി കുറഞ്ഞ ഫീസ് അടയ്ക്കാനുള്ള പല പല സ്കീമുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്കോ 15 ലക്ഷം രൂപയ്ക്കോ ഒക്കെ UK വരാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണ്, അങ്ങനെയുള്ള കോഴ്സുകൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഏജൻസിയിൽ സംസാരിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് UK വരാനായ ചിലവെന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന കരുതി ചെയ്തതാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനത് എൻ്റെ മാക്സിമം ചെയ്യാൻ നോക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. So this is Shanti Titus signing off for now and hope to see you all again. Bye-bye.